എന്നറിയപ്പെടുന്നത് ഒരു ആഖ്യായിക അഥവാ നോവലാണ്. വീരചക്ര എന്നാണ് പേര്. ഷമീം യൂസുഫ് കളരിക്കൽ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പുസ്തകമാണ്. തുഞ്ചൻ പറമ്പിന് അടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. പ്രവാസിയാണ്. ജീവിതാനുഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഭാവനാത്മകമായി രചിച്ച പ്രചോദകാത്മകമായ ഒരു നോവലാണ് അദ്ദേഹം മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകം ലിപി ഷാർജ അന്തർദേശീയ പുസ്തകോത്സവത്തിൽ പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. അതൊരു ഇംഗ്ലീഷ് പ്രചോദക പുസ്തകമാണ്. അതിനെ തുടർന്നാണ് അദ്ദേഹം ഈ നോവൽ രചിച്ചത്. അതിൻ്റെ പ്രകാശനം നിർവഹിക്കുവാൻ ഇവിടെ എത്തിയിട്ടുള്ളത് കെ ജയകുമാർ IAS അവർകളാണ്. കഴിഞ്ഞ ദിവസവും നമ്മുടെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ അദ്ദേഹം എത്തിയിരുന്നു. കേരളത്തിൻ്റെ സാംസ്കാരിക, സാമൂഹിക, സാമൂഹിക ഭരണരംഗത്ത് അതുല്യനായ ഏറ്റവും ഉയർന്ന ശൃംഗങ്ങളിൽ നിൽക്കുന്ന ജയകുമാർ സാറ് ആണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. അദ്ദേഹത്തിന് സ്വാഗതം അർപ്പിക്കുന്നു. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് TP ശാസ്തമംഗലം എന്ന നിരൂപക ശ്രേഷ്ഠനാണ്. ഗാന നിരൂപണത്തിന്, പ്രത്യേകിച്ച് സിനിമ ഗാന നിരൂപണത്തിന് ഒരു പുതിയ ശാഖ ആദ്യമായി ആ പാത തുറന്ന ആളാണ് അദ്ദേഹം. TP ശാസ്തമംഗലം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തിൻ്റെ ഒരു പേരാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് അത്. TP എന്നാൽ തങ്കപ്പൻ നായർ പത്മാവതി അമ്മയുടെ മകനാണ് അദ്ദേഹം. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് വിനോദ് മങ്കര അവർകളാണ്. വിനോദ് മങ്കര ദേശീയവും അന്തർദേശീയവുമായ നിരവധി ചലച്ചിത്രങ്ങൾക്കും ഡോക്യുമെൻ്ററികൾക്കും സംവിധാനം ചെയ്തിട്ടുള്ള മഹത് വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ യാനം എന്ന് പറയുന്ന സംസ്കൃത ഭാഷയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി അന്തർദേശീയ പ്രശസ്തി ആർജിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഇവിടെയുള്ളത് രമേഷ് പുതിയമഠം ആണ്. നിരവധി സാഹിത്യകൃതികൾ നമുക്ക് സംഭാവന ചെയ്ത ആളാണ്. മറ്റൊന്ന് വേദിയിലുള്ളത് ലിപി ബുക്സിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ലിപി അക്ബർ സാറാണ്. വേദിയിലുള്ളവരെയും സദസ്സിലുള്ളവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ജയകുമാർ സാറിനെ വളരെ ആദരവോടെ ക്ഷണിക്കുന്നു. ഇത് ഏറ്റുവാങ്ങുന്നതിന് അധ്യക്ഷനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ഒരു നോവൽ എന്തുകൊണ്ടും പ്രകാശനം ചെയ്യാൻ യോഗ്യൻ എന്ന വാക്ക് വളരെ ചെറുതായി പോകും. ജയകുമാർ സാറിനെ പോലുള്ള ഒരു വ്യക്തിയെ കിട്ടിയതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു വ്യക്തിയോ ഒരു സമൂഹത്തെയോ ഒരു സ്ഥലത്തെയോ ഒരു സംഭവത്തെയോ ഒക്കെ കുടഞ്ഞു കളയാൻ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അനുകരണം എന്നതിൽ നിന്നൊക്കെ നമ്മളെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ആ ഇൻഫ്ലുവൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ കുടഞ്ഞു കളയുക എന്നൊരു വലിയൊരു പ്രവണത മലയാളത്തിൽ വളരെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്താണ് നാം താമസിക്കുന്നത് എന്നുള്ളത് വേദനയോടെ നാം ഏറ്റുവാങ്ങേണ്ടി വരും. കുറേ കാലം മുമ്പ് ജയകുമാർ സാറുമായിട്ട് ഒരു അഭിമുഖത്തിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം അന്ന് ഒരു കൈ കൊണ്ട് ഓഫീസ് ഫയലുകൾ എഴുതുകയും മറ്റേ കൈ കൊണ്ട് ചങ്ങമ്പുഴയെ മാറ്റിവെക്കാൻ ശ്രമിക്കുകയുമായിരുന്ന ഒരു കാലഘട്ടത്താണ് ഞാൻ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് പോകുന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി, ഒരു കാലത്ത് ഭ്രാന്ത് പിടിച്ചതുപോലെ സുവോളജി പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയിൽ നിന്നും അന്ന് അദ്ദേഹത്തിന് ഏറ്റവും വേഗതയോടെ ക്രോമസോമുകൾ എങ്ങനെ അടുക്കുകയും അകലുകയും ചെയ്യുന്നു, എങ്ങനെ കോശം പിണങ്ങുകയും ഇണങ്ങുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളതിൽ നിന്നും മറ്റൊരു ഭ്രാന്തിലേക്ക്, എലിയറ്റിലേക്കും വേസ്റ്റ് ലാൻഡിലേക്കും ആൽഫ്രഡ് പ്രുഫോക്കിൻ്റെ പ്രേമഗാനത്തിലേക്കുമൊക്കെ എങ്ങനെയാണ് ഈ സുവോളജിയെ കുടഞ്ഞു കളഞ്ഞുകൊണ്ട്
MA ചേരുന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായിട്ടുണ്ട്. അതുതന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. TS എലിയറ്റിൻ്റെ വേസ്റ്റ്ലാൻഡ് ഭ്രാന്ത് പിടിച്ച് നടന്ന ഒരു കാലത്ത് ചങ്ങമ്പുഴയെ എങ്ങനെ കുടഞ്ഞു കളയണം എന്നുള്ളതുപോലെ തന്നെ എലിയറ്റിനെ എങ്ങനെ കുടഞ്ഞു കളയണം എന്ന് ആലോചിച്ച് കഷ്ടപ്പെട്ട, അതിനുശേഷം ഒരുപാട് വിജയങ്ങളിലേക്ക് എത്തിയ ഒരു കവിയെയാണ് ഈ പുസ്തക പ്രകാശനത്തിന് നമുക്ക് കിട്ടിയത് എന്നുള്ളത് ഒരു മഹാഭാഗ്യം തന്നെയാണ്. ഈ എലിയറ്റ് ഇതുപോലെ കുടഞ്ഞു കളഞ്ഞ മറ്റൊരു വ്യക്തിയാണ്. എലിയറ്റ് അദ്ദേഹത്തിൻ്റെ എഴുത്തുമുറിയിൽ ഒരു ഗ്രാമഫോൺ സൂക്ഷിക്കുന്നുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ഡയറിയിലൊക്കെ പറയുന്നുണ്ട്. ആ ഗ്രാമഫോണിൽ ബീതോവൻ്റെ 5-ാം സിംഫണി നിരന്തരം കറങ്ങുകയുണ്ടായിരുന്നു എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ബീതോവനാണെങ്കിൽ 9-ാം സിംഫണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സിംഫണി 9-ാം സിംഫണിയാണ്, ഏറ്റവും പ്രഗത്ഭമായത്. 10-ാം സിംഫണിയുടെ കുറിപ്പുകൾ അദ്ദേഹം എഴുതുന്നുണ്ടായിരുന്നു എന്ന്. ഈ അടുത്ത കാലത്താണ്, 4 വർഷം മുമ്പാണ് അദ്ദേഹം പൂർത്തിയാക്കാതെ പോയ ആ 10-ാം സിംഫണി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടുകൂടി ബീതോവൻ്റെ മനസ്സ് വായിച്ചുകൊണ്ട് എങ്ങനെയായിരിക്കും ബീതോവൻ അത് വിഭാവനം ചെയ്തിരിക്കുക, എങ്ങനെയായിരിക്കും അദ്ദേഹം സ്റ്റേജിൽ അത് അവതരിപ്പിക്കുക എന്നുള്ള ഒരു വലിയ പശ്ചാത്തലത്തിലേക്ക് AI അതിനെ വളർത്തുകയും ആ ഓർക്കസ്ട്ര ജർമ്മനിയിലെ ബേണിൽ അരങ്ങേറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ബേണിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കഴിഞ്ഞ വർഷം പോകാൻ കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം നോക്കിയത് ഈ 10-ാം സിംഫണിയുടെ എന്തെങ്കിലും അവിടെ ഉണ്ടോ എന്നുള്ളതായിരുന്നു. അത് ചോദിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ആ വീട്ടിലെ അംഗങ്ങൾ മുഴുവൻ, അത് ഇപ്പോൾ ഒരു മ്യൂസിയമാണ്, മ്യൂസിയത്തിലെ അംഗങ്ങൾ മുഴുവൻ ഈ DVD 10-ാം സിംഫണിയുടെ DVD, ഒരുപക്ഷെ വളരെ കുറച്ച് ആളുകളെ അത് കേട്ടിട്ടുണ്ടാവുള്ളൂ. 10-ാം സിംഫണിയുടെ ഈ AI നിർമ്മിച്ച ആ DVD എൻ്റെ കയ്യിൽ വെച്ച് തരികയും അതൊരു വലിയൊരു ചടങ്ങായി വീഡിയോയും ഓഡിയോയും ഒക്കെ എടുത്തത്, എൻ്റെ സ്റ്റേറ്റ്മെൻറ്റും എല്ലാം എടുത്തുകൊണ്ടാണ് അവരത് അത് വിറ്റത് എന്നുള്ളതാണ്. ഇപ്പോൾ ബീഥോവൻ 9-ാം സിംഫണിയെ കുടഞ്ഞു കളഞ്ഞ്, അത് വളരെ വ്യത്യസ്തമാണ്. അദ്ദേഹത്തിൻ്റെ 5-ാം സിംഫണി മുതൽ 9-ാം സിംഫണി ഒന്നുമല്ല ഈ 10-ാം സിംഫണി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക. അത് അദ്ദേഹത്തിൻ്റെ ഒരു തരത്തിലുള്ള കുടഞ്ഞു കളയലാണ്. ഇതുതന്നെയാണ് ജയകുമാർ സാറിൻ്റെ പിന്നീടുള്ള കവിതകളിലും ഗാനങ്ങളിലുമൊക്കെ നാം കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ നോവൽ പ്രകാശനം ചെയ്യാൻ എന്തുകൊണ്ടും അദ്ദേഹത്തെ കിട്ടിയതൊരു മഹാഭാഗ്യമാണ്. മറ്റൊരാൾ TP ശാസ്തമംഗലം എന്നുള്ള വ്യക്തി വലിയ ഒരു ചരിത്ര പശ്ചാത്തലവും എഴുത്തു പശ്ചാത്തലവും ഒക്കെ ഉള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തോട് നിരന്തരമായിട്ടുള്ള ബന്ധങ്ങൾ എനിക്കുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് വയലാറിനെയും എങ്ങനെയാണ് ഗിരീഷ് പുത്തഞ്ചേരിയെയും വായിക്കേണ്ടത്, എങ്ങനെയാണ് ഭാസ്കരൻ മാഷയെയും എങ്ങനെയാണ് ONVയെയും നിങ്ങൾ കാണേണ്ടത് എന്ന് നമുക്ക് വ്യക്തമായി പറഞ്ഞു തന്ന, എങ്ങനെയാണ് നിങ്ങൾ പാട്ട് കേൾക്കേണ്ടത്, അതിൻ്റെ ശാസ്ത്രീയത എന്ത് കേൾക്കരുത് എന്നുകൂടി പറഞ്ഞു തന്ന ആ മഹാസാന്നിധ്യമാണ് ഇന്ന് നമ്മുടെ ഈ പുസ്തകം സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. ഈ കാലത്ത് പാട്ടിനെ വിറ്റ് ജീവിക്കുകയും അവസാനം ഒരു വലിയ സ്റ്റേറ്റ്മെൻറ്റിൽ അവസാനിപ്പിക്കുകയാണ്. പാട്ടിനെ വിറ്റ് ജീവിച്ച വ്യക്തി പറയുന്നു, ഇനി സിനിമയിൽ പാട്ടൊന്നും വേണ്ട, പാട്ടിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു കാലത്താണ് TP ശാസ്തമംഗലത്തെ പോലുള്ള വലിയൊരു എഴുത്തുകാരൻ തലയെടുപ്പോടുകൂടി നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് അഭിമാനം തരുന്നു. ഈ പുസ്തകത്തിന് എല്ലാ ഭാവുകങ്ങളുമുണ്ട്. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നതിന് TP ശാസ്തമംഗലത്തെയും ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് ജയകുമാർ സാറേയും ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട അധ്യക്ഷൻ വിനോദ് മങ്കര, ഈ പുസ്തകം സ്വീകരിച്ച ശ്രീ TP ശാസ്തമംഗലം, ഇതിൻ്റെ ഓഥർ ശ്രീ ഷമീം യൂസഫ് കളരിക്കൽ, ശ്രീ അക്ബർ, മുന്നിലുള്ള പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 2-3 ദിവസമായി ഒരുപാട് പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കപ്പെടുകയാണ്. പ്രകാശിപ്പിച്ച പുസ്തകങ്ങളെല്ലാം നമ്മൾ വായിക്കുകയും വേണം. അടുത്ത നിയമസഭാ പുസ്തകോത്സവം വരെ ഇവിടുന്ന് കൊണ്ടുപോയ പുസ്തകങ്ങൾ വായിക്കാൻ നമ്മളെല്ലാം ചിലവഴിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പുസ്തകോത്സവത്തിൻ്റെ ഏറ്റവും
മനോഹരമായിട്ടുള്ള ഒരു ശൈലി. ഞങ്ങളെപ്പോലെ മൈക്ക് കിട്ടിയാൽ ഒരുപാട് പ്രസംഗിക്കുന്ന ആളുകളെ എങ്ങനെ നിശ്ചിത സമയത്തിൽ പ്രസംഗം അവസാനിപ്പിക്കാം എന്ന് പഠിപ്പിക്കുക എന്നൊരു ചെറിയ ജോലി കൂടി ഈ നിയമസഭാ പുസ്തകോത്സവം ഏറ്റെടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ ഇനി 13 മിനിറ്റ് 36 സെക്കൻഡും മാത്രമാണ്, 34 ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഉള്ളത്. അത് ഇത്തിരി കൂടുതലാണ്. 25 മിനിറ്റ് 20 മിനിറ്റുള്ള പരിപാടിയാണ്. സാധാരണ 15 മിനിറ്റാണ്. നമ്മൾ കയറി ഇവിടെ വരുമ്പോൾ എല്ലാം 13 മിനിറ്റ് ആവും. പിന്നെ ഒരു ഓട്ടപ്പന്തയത്തിലൊക്കെ പറഞ്ഞ് തീർക്കലാണ്. അതുകൊണ്ട് വലിയ പ്രസംഗങ്ങൾ കേൾക്കുക എന്നൊരു ദുര്യോഗം നിങ്ങൾക്കില്ല. വീരചക്ര എന്ന ഈ പുസ്തകം ഞാൻ ഈ 2 ദിവസങ്ങൾക്ക് മുമ്പ് ദുബായിൽ പോയപ്പോൾ ഷമീം അവിടെ വെച്ച് എനിക്ക് തരികയുണ്ടായി. ഇവിടെ വെച്ച് ഉദ്ഘാടനം ചെയ്യാം എന്ന്, പ്രകാശിപ്പിക്കാമെന്ന് പറയുകയും ചെയ്തു. അത് കിട്ടിയപ്പോൾ തൊട്ട് ഇത് വായിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഉള്ളത് പറയണമല്ലോ, സത്യം പറയണമല്ലോ, സത്യം വദ ധർമ്മം ചര എന്നല്ലേ, അതുകൊണ്ട് വായിച്ചില്ല. പക്ഷേ എന്താണ് ഈ പുസ്തകത്തിലുള്ളത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അത്യാവശ്യം വായിക്കുകയും ചെയ്തു. ഈ പുസ്തകം നമ്മളെല്ലാവരും വായിക്കണം. കാരണം ഈ പുസ്തകം എന്തിൻ്റെ കഥയാണെന്നൊക്കെ അദ്ദേഹം പറയും. ഒരു കാല് സുഖമില്ലാതെ വീൽ ചെയറിലിരുന്ന് ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന ഒരാളിൻ്റെ കഥ ആണിത്. നമ്മൾ ദിവസവും കാണുന്ന അനേകം ആളുകളിൽ ഒരാൾ ലോട്ടറി ടിക്കറ്റ് വിൽപ്പനക്കാരൻ. മറ്റുള്ളവർക്ക് ഭാഗ്യമുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരു ഭാഗ്യദോഷി. ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നവർക്ക് ലോട്ടറി അടിച്ചിട്ടുള്ള കഥകൾ ഇപ്പോൾ ഉണ്ട് കേട്ടോ. വിദ്യാധരൻ, മഞ്ജുള ബേക്കറി ഒക്കെ ആലപ്പുഴ, അങ്ങനെയൊക്കെ ചിലർക്കൊക്കെ കിട്ടും. അവസാന ടിക്കറ്റ് അവർ മടക്കി കൊടുക്കാതെ കൈ വെച്ചാൽ ചിലപ്പോൾ അതിനകത്തൊക്കെ കിട്ടിയെന്നിരിക്കും. പക്ഷേ സാധാരണഗതിയിൽ ലോട്ടറി ടിക്കറ്റ് വിറ്റ് നടക്കുന്ന ആളുകൾക്ക് ലോട്ടറി കിട്ടാറില്ല. എന്നാൽ അവർ ടിക്കറ്റ് എടുക്കാറില്ല, ബാക്കിയുള്ള ടിക്കറ്റ് തിരിച്ചു കൊടുക്കും. അങ്ങനെ ലോട്ടറി കിട്ടിയതുകൊണ്ട് നന്നായ ആളല്ല ഇതിലെ അവനീന്ദ്രൻ, അല്ലേ? പിന്നെയോ അതാണ് രസം. ഈ കഥാനായകൻ ഓട്ടോറിക്ഷയിൽ തൻ്റെ സ്ഥിരമായിട്ടുള്ള ലോട്ടറി വിൽപ്പനയ്ക്ക് ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ കവലയിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ബസ്സിൻ്റെ സൈഡിൽ ഏതോ ഫൈനാൻസ് കമ്പനിയുടെയോ ഏതോ സ്വർണ്ണ കച്ചവടക്കാരൻ്റെ ആരുടെയാണ് ഒരു പരസ്യവാചകം കാണുകയാണ്. നിങ്ങൾ ദരിദ്രനായി ജനിച്ചെങ്കിൽ അത് നിങ്ങളുടെ കുറ്റമല്ല, പക്ഷേ നിങ്ങൾ ദരിദ്രനായി മരിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ കുറ്റമാണ്. ബിൽ ഗേറ്റ്സ് പറഞ്ഞതായിട്ട് പറയപ്പെടുന്ന വാചകം ആണ് അത്. ഈ കഥാപാത്രത്തെ അവൻ്റെ എല്ലാ ജീവിത ദുഃഖങ്ങൾക്കിടയിലും ഒരു പ്രകാശത്തിൻ്റെ വാതിൽ തുറന്നതുപോലെ അയാൾക്ക് അനുഭവപ്പെടുകയാണ്. അവിടെ നിന്ന് അയാളുടെ ജീവിതം മാറുന്നു. അതാണ് കഥ. ഈ വീരചക്ര എന്ന് പറയുന്നത് ഈ വീരചക്രമാക്കി മാറ്റിയതാണ് അയാളുടെ കഥ. ഇതിനു മുമ്പ് ശ്രീ ഷമീം വേറൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. വൈ സ്കൈ ഈസ് നോട്ട് ദ ലിമിറ്റ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. എന്തുകൊണ്ട് ആകാശം നമ്മുടെ അതിരല്ല, ആകാശത്തിനപ്പുറവും പോകുന്നതാണ് നമ്മുടെ അതിരുകൾ എന്ന് ആത്മകഥാപരമായിട്ടുള്ള തൻ്റെ ഈ പുസ്തകത്തിലൂടെ, അനുഭവക്കുറിപ്പുകളിലൂടെ ഗൾഫിൽ പോയി ജീവിച്ച് ജീവിതം നേടിയെടുക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തെ നേരിട്ട് തൻ്റെ കഴിവുകളെ പോഷിപ്പിച്ച് തൻ്റെ പരാധീനതകളെ അതിജീവിച്ച് ഒരു മത്സരാധിഷ്ഠിതമായിട്ടുള്ള സമൂഹത്തിൽ പോലും വിജയിക്കാൻ സാധിക്കുന്ന ഒരാളിൻ്റെ വിജയതന്ത്രങ്ങൾ അല്ലെങ്കിൽ വിജയമന്ത്രങ്ങൾ, തന്ത്രം എന്നുള്ളതിനേക്കാളും വിജയമന്ത്രങ്ങൾ ആണ് ആ ഇംഗ്ലീഷ് പുസ്തകത്തിലൂടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ഒരാളിന് വിജയിക്കാം, ആ ആശയങ്ങൾ, തൻ്റെ ജീവിതത്തിൽ പ്രയോഗത്തിൽ വന്ന ആശയങ്ങൾ, ഇങ്ങനെ ജീവിതത്തിൻ്റെ വഴിയിലെവിടെയോ ഒറ്റപ്പെട്ടു പോയ പരാധീനതകളുള്ള ഈ കഥാപാത്രത്തിന് വീൽ ചെയറിൽ നടക്കുന്ന ലോട്ടറി കച്ചവടക്കാരനായിട്ടുള്ള ജീവിതം ഒരു വലിയ ബാധ്യതയായിരിക്കുന്ന ഒരാളിന് എങ്ങനെ തൻ്റെ പരിമിതികളെയും പരാധീനതകളെയും അതിജീവിച്ച് ജീവിത വിജയം എത്തിപ്പിടിക്കാൻ സാധിക്കുമെന്ന് തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ അതിൻ്റെ ആപ്ലിക്കേഷനാണ്. മറ്റേ പുസ്തകം സിദ്ധാന്തമാണെങ്കിൽ ഇത് അതിൻ്റെ പ്രയോഗമാണ്. ഈ കഥാപാത്രം എങ്ങനെ ഈ ജീവിത വിജയ മന്ത്രങ്ങൾ പ്രയോഗിച്ചിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ പുസ്തകം നമ്മളെല്ലാവരും വായിക്കണം എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം. കാരണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, 9 മിനിറ്റ് 16 സെക്കൻഡ് ബാക്കി. എന്തുകൊണ്ട് വായിക്കണം എന്ന് ചോദിച്ചാൽ, നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെടുന്നത് അല്ലെങ്കിൽ വേണ്ടത്ര വിജയിക്കാതെ പോകുന്നത്, ഇത് ഞാനിത്തിരി ആലോചിച്ചിട്ടുള്ള വിഷയമായി. നമ്മൾ ജീവിതത്തിൽ വിജയിക്കാതെ പോകുന്നത്, നമ്മളോടൊപ്പം പഠിച്ച ആളുകളുണ്ട്, നമ്മളിത്തിരിയൊക്കെ വിജയിച്ചിട്ടുണ്ടാവും, നമ്മളെക്കാളും വിജയിച്ചവരുണ്ടാവും,
വിജയിക്കുമെന്ന് വിചാരിച്ചിട്ട് പരാജയപ്പെട്ടു പോയ നമ്മുടെ സഹപാഠികളുണ്ടാവും. ക്ലാസ്സിൽ ഒന്നാമനായി വന്നവൻ ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ടാവും. എന്തുകൊണ്ട് സംഭവിക്കുന്നു? ബുദ്ധിശക്തിയിൽ അവന് നമ്മളുമൊക്കെ തുല്യമാണ്. പക്ഷേ നമ്മൾ വിജയിച്ചു, അല്ലെങ്കിൽ വേറൊരാൾ വിജയിച്ചു, ഒരുത്തൻ വിജയിച്ചില്ല. എന്തെന്ന് ചോദിച്ചാൽ സാഹചര്യങ്ങളല്ല, വിധിയുമല്ല, തലയിലെഴുത്തുമല്ല. വിവേകാനന്ദൻ പറയും പോലെ ദർ ഈസ് നത്തിങ് കോൾഡ് ഫെയ്റ്റ്, യുവർ ക്യാരക്ടർ ഈസ് യുവർ ഫെയ്റ്റ് എന്ന് പറയുന്നത് പോലെ ആ ക്യാരക്ടറിനകത്ത് ജീവിതത്തിൻ്റെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനും തന്നെ പരാജയപ്പെടുത്തുന്ന തൻ്റേതായിട്ടുള്ള മനോഭാവങ്ങളെയും ശീലങ്ങളെയും കണ്ടുപിടിച്ച് ഇല്ലായ്മ ചെയ്ത് ഞാൻ എന്ത് വന്നാലും ജീവിതത്തിൽ വിജയിക്കും, നേരായ മാർഗത്തിലൂടെ തന്നെ വിജയിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് അതിന് തടസ്സമായി നിൽക്കുന്ന മനോഭാവങ്ങളുടെ മേൽ ആധിപത്യം ചെലുത്തുമ്പോഴാണ് ഒരു വ്യക്തി ജീവിതത്തിൽ വിജയിക്കുന്നത്. നമ്മൾ ചുറ്റും നോക്കിയിട്ടുള്ള ആരാണെങ്കിലും ശരി, ഇവിടെ വിജയിച്ചിട്ടുള്ള എല്ലാവരും അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് വിജയിച്ചവരല്ല. അത് ആരാണ്? ഈ സെക്കൻഡ് ജനറേഷൻ ബിസിനസ്സുകാർ മാത്രമാണ്. ഇപ്പോൾ അംബാനിയുടെ മകന് പറയാം, എൻ്റെ അച്ഛൻ വലിയ ബിസിനസ്സുകാരനായതുകൊണ്ട് ഞാൻ വിജയിച്ചു. അയാൾ വിജയിച്ചോളണമെന്നില്ല കേട്ടോ. സെക്കൻഡ് ആൻഡ് തേർഡ് ജനറേഷൻ അതിനെപ്പറ്റി ഒരുപാട് തിയറികളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമ്മളെ പരാജയപ്പെടുത്തുന്ന നമ്മുടെ ആന്തരികമായിട്ടുള്ള ചില ചിന്തകളും മനോഭാവങ്ങളും ശീലങ്ങളും റിഫ്ലെക്സസും മുൻവിധികളും ഒക്കെ തന്നെ നമ്മളെ തടവിലിട്ടിരിക്കുകയാണ്. ആ മുൻവിധികളുടെ തടവറയിൽ നിന്ന് ചിലർ പറയില്ല, ഓ ഐ ആം എ ഫെയിലിയർ എന്ന് പറയുന്നൊരു കഥാപാത്രത്തെ ഒരു സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ ജീവിതത്തിൽ വിജയിക്കില്ല, ബിക്കോസ് ഹി തിങ്സ് ഈസ് എ ഫെയിലിയർ. വേറെ ഫെയിലിയർ ആയിട്ടുള്ളൊരു സർക്കംസ്റ്റാൻസിൽ പോലും ഐ ആം ഗോയിങ് ടു ബി സക്സസ്ഫുൾ എന്ന് പറയുന്ന ഇച്ഛാശക്തി ആർക്കുണ്ടോ അയാൾ വിജയിക്കും. കാരണം അയാളുടെ മനോഭാവങ്ങളെ ആ വിജയത്തിന് രൂപകമായി പിന്നെ മാറ്റിയെടുക്കാനുള്ള ഇച്ഛാശക്തി ഉള്ളിടത്ത് തടസ്സങ്ങൾ, പ്രതിബന്ധങ്ങൾ മാറി, പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് അവസരങ്ങളുടെ പൂക്കൾ വിരിയുന്നു എന്നുള്ളതാണ് എല്ലാ വിജയികളുടെയും ജീവിതകഥ. ഒറ്റ ലാസ്റ്റ് പോയിൻ്റ് പറയാൻ, ചിലരൊക്കെ എന്നോട് ചോദിക്കും, താങ്കൾക്ക് എന്നോടല്ല പലരോടും ചോദിക്കും, ജീവിതത്തിൽ ഏതെങ്കിലും മാതൃകകളുണ്ടോ, ആരാണ് റോൾ മോഡൽ ആരാണെന്നൊക്കെ ചോദിക്കും. എൻ്റെ ഉത്തരം, നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ ഒരു റോൾ മോഡലുമില്ല. യു ഹാവ് ടു ബി യുവർ ഓൺ റോൾ മോഡൽ. നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കിയെടുക്കണം. എന്നാൽ പരാജയപ്പെടാനാണെങ്കിൽ ഒരുപാട് പേരുടെ ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുപോലെ ജീവിച്ചാൽ മതി, പരാജയപ്പെട്ടോളും. അതുകൊണ്ട് വിജയിക്കാൻ ആഗ്രഹിക്കുന്നവർ റോൾ മോഡൽ ആഗ്രഹിക്കരുത്. യു ആർ യുവർ ഓൺ എക്സ്ക്ലൂസീവ് റോൾ മോഡൽ, മേക്ക് ഇറ്റ്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു വെരി മച്ച്. ഷമീമിൻ്റെ സാഹിത്യ ജീവിതത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. വേദിയിലിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നമസ്കാരം. ഈ ISROയുടെ റോക്കറ്റ് പോകുമ്പം കൗണ്ട് ഡൗൺ കാണുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് ഇവിടെയാണ്. കഴിഞ്ഞ പ്രാവശ്യവും ഇതേ അനുഭവം ഉണ്ടായി. അപ്പോൾ ഇതിൽ നോക്കിക്കൊണ്ട് സംസാരിക്കാനിരുന്ന ഉള്ള വാക്ക് തന്നെ മറന്നുപോകും. അതാണ് വാസ്തവം. ഈ പുസ്തക പ്രസാധന രംഗത്ത് തിളക്കമുള്ള പേരാണ് ലിപിയുടേത്. അത് പറയാൻ കാരണമുണ്ട്. വളരെ വർഷങ്ങളായിട്ട് ലിപിയുമായി ആത്മബന്ധം പുലർത്തുന്ന ഒരാളാണ് ഞാനൊരു പുസ്തകം എഴുതാതിരുന്ന സമയത്തും ലിപിയുടെ അക്ബറാണ് എന്നെ നിരന്തരം ശല്യപ്പെടുത്തി എൻ്റെ ആദ്യത്തെ പുസ്തകം കാവ്യഗീതിക എന്ന് പറയുന്ന പുസ്തകം ഇറക്കിയത്. അത് ഇപ്പം 3-ാം പതിപ്പായി. അപ്പോൾ മാത്രമല്ല, ഗാനങ്ങളുടെ സമാഹാരം മുഴുവൻ മലയാളത്തിലെ ആരൊക്കെ പാട്ടെഴുതിയിട്ടുണ്ടോ അവരുടെ ഗാനസമാഹാരങ്ങൾ മുഴുവൻ യൂസഫ് അലി കേച്ചേരി മുതൽ എനിക്ക് തോന്നുന്നു രാജീവ് ആലിങ്കൽ വരെയുള്ള അവരുടെ ഗാനസമാഹാരങ്ങൾ മുഴുവൻ ഇറക്കിയിരിക്കുന്നത് ലിപിയാണ്. അപ്പോൾ ലിപിക്ക് ചില ലക്ഷ്യബോധങ്ങളുണ്ട്. അവർ ഇറക്കുന്ന പുസ്തകങ്ങൾ കണ്ടിട്ട് കൂടിയാണ് ഞാനിത് പറയുന്നത്. കാരണം വെറും ചവറായിരിക്കില്ല ഇറക്കുന്ന പുസ്തകങ്ങൾ എന്ന് നെഞ്ചിൽ കൈവച്ച് തന്നെ പറയാൻ പറ്റും ലിപിയുടെ ഇതുവരെയുള്ള പ്രവർത്തനം പഠിച്ചതിൽ നിന്ന്. തീർച്ചയായിട്ടും വീരചക്ര എന്ന് പറയുന്ന ഈ നോവലും അത്തരത്തിലൊന്ന് തന്നെയാണ്. ഇതിൻ്റെ രചയിതാവ് ഷമീം യൂസഫ് കലരിക്കൽ ഇപ്പോൾ താമസിക്കുന്നത് തിരൂർ തുഞ്ചൻ പറമ്പിന് സമീപമാണ് എന്നത് പറയുന്നത് തന്നെ അദ്ദേഹത്തിനെ പോലെ തന്നെ നമുക്കും അഭിമാനമാണ്. കാരണം മലയാളത്തിൻ്റെ പുണ്യമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന എഴുത്തച്ഛൻ്റെ പാദസ്പർശമേറ്റ സ്ഥലത്ത് അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നു. ഇവിടെ പറഞ്ഞതുപോലെ ഒരു തയ്യൽക്കടക്കാരൻ്റെ മുമ്പിൽ സ്ഥിരമായി ലോട്ടറി വിൽക്കുന്ന അവനീന്ദ്രൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ കേന്ദ്രീകരിച്ച് എഴുതിയ നോവലാണിത്. ഇത് വായിച്ച് അദ്ദേഹത്തെ നമ്മുടെ അഭിപ്രായം അറിയിക്കണം. കൂടുതൽ സംസാരിക്കുന്നില്ല. ഇനിയും സംസാരിക്കാൻ ആളുണ്ട്. അവിടെ നോക്കുമ്പോൾ ഒന്നും പറയാൻ തോന്നുന്നില്ല. തീർച്ചയായിട്ടും ഈ പുസ്തകത്തിനും ഇതിൻ്റെ കർത്താവിനും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നമസ്കാരം.
അടുത്തതായി എഴുത്തുകാരൻ കൂടിയായ രമേശ് പുതിയമഠം. അഭിസംബോധനയ്ക്കൊന്നും സമയമില്ല. ഷമീമിക്കയുടെ പുസ്തകം ആദ്യമായി കണ്ട ഒരാളെന്ന നിലയിൽ അദ്ദേഹം എനിക്കായിരുന്നു ആദ്യം വായിക്കാൻ തന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ പുസ്തകം ആദ്യം എഴുതിയത് ഇംഗ്ലീഷ് നോവലായിരുന്നു. അത് കഴിഞ്ഞ് ആദ്യമായിട്ടൊരു മലയാളം നോവൽ എഴുതുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അതിനൊരു ധൈര്യം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ്. അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഭാഷയായിരുന്നു. അത് വായിച്ച് കറക്റ്റ് ചെയ്തു എന്ന് മാത്രമാണ് ഞാൻ ചെയ്ത ഒരു കാര്യം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു ഒരു ലോട്ടറി കച്ചവടക്കാരൻ അദ്ദേഹത്തിൻ്റെ ജീവിത പരിണാമത്തിലൂടെ ഉയരുന്ന ഒരു കഥയാണ്. മനോഹരമായ രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ നോവലിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഒപ്പം ഇത് പ്രസിദ്ധീകരിച്ച ലിബി ബുക്സിനും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. സമയം ഏതാണ്ട് തീരാറായി. പ്രകാശന ചടങ്ങിൻ്റെ ഒടുവിലാണ്. മറുമൊഴി പറയുന്നതിന് വേണ്ടി ഗ്രന്ഥകർത്താവിനെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജനനത്തിനും ഒരു പ്രത്യേകതയുണ്ട്. UAE നാഷണൽ ഡേയിലാണ് അദ്ദേഹം ജനിച്ചത്. അതുമാത്രമല്ല, അതിനെക്കുറിച്ച് തന്നെ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതും വളരെ പ്രചുര പ്രചാരത്തിലുള്ള ഒരു കൃതി കൂടിയാണ്. അദ്ദേഹത്തെ ആദരവോടെ ക്ഷണിക്കുന്നു. സഹസ്രന് വന്ദനം. ശ്രീ ജയകുമാർ സാർ, ശാസ്ത്രമംഗലം സാർ, വിനോദ്, രമേശ് സാർ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ആദ്യത്തെ പുസ്തകം വൈ സ്കൈ ഈസ് നോട്ട് ദ ലിമിറ്റ് എന്ന പുസ്തകം എഴുതാൻ എനിക്ക് 2.5 കൊല്ലം സമയമെടുത്തു. അപ്പം അതിന് ശേഷമാണ് പിന്നെ എല്ലാവരും ചോദിച്ചു തുടങ്ങി അടുത്ത പുസ്തകം വരുന്നുണ്ടോ എന്ന്, അടുത്ത പുസ്തകത്തിന് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന്. അപ്പോൾ അങ്ങനെയാണ് പിന്നെ അടുത്തൊരു പുസ്തകം എഴുതാൻ തീരുമാനിച്ചത്. പക്ഷേ അടുത്ത പുസ്തകം എന്തായാലും അത് മലയാളത്തിലാവണമെന്നും അത് കേരളത്തിൽ പ്രകാശനം ചെയ്യണമെന്നൊരു ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആഗ്രഹം ഇന്നിവിടെ സഫലീകരിച്ചു. അതിന് എല്ലാവരോടും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ലിബിയുടെ അക്ബർക്കയോട്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തിരൂരിലെ തുഞ്ചൻപറമ്പിൻ്റെ അടുത്താണ് എൻ്റെ സ്വദേശം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം എനിക്ക് ഈ ബുക്ക് എഴുതാനുള്ള കുറച്ച് ഇൻസ്റ്റിങ്സ് ചിലപ്പോൾ അവിടെ ഞാൻ ചെറുപ്പകാലത്ത് സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ അവിടെയൊക്കെ കുറേ നമ്മൾ സമയം ചിലവാക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത് ജയകുമാർ സാറ് ദുബായിൽ വന്നപ്പോൾ ഇങ്ങനെ അദ്ദേഹം മലയാള സർവകലാശാല അതിൻ്റെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് അതിലൂടെ പോകുമ്പോൾ തുഞ്ചത്തെഴുത്തച്ഛൻ അദ്ദേഹത്തോട് പറയുന്നതാണ്, അദ്ദേഹം തുഞ്ചത്തെഴുത്തച്ഛനോട് പറയാൻ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സർവകലാശാല ഇവിടെ സ്ഥാപിക്കാൻ പോകുന്നത്, അല്ലാണ്ട് എനിക്കിതിൻ്റെ ഒരു ഗുണമൊന്നുമില്ല എന്ന് അദ്ദേഹം ആ പ്രഭാഷണത്തിൽ പറഞ്ഞു. അപ്പോൾ എന്ന പോലെ ചിലപ്പോൾ അന്ന് ആ ചെറുപ്പകാലത്ത് ഞാൻ അവിടെ ആ സമയം ചിലവഴിക്കുമ്പോൾ ചിലപ്പോൾ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ എന്തെങ്കിലും ഒരു സന്ദേശം കിട്ടിയതുകൊണ്ടായിരിക്കാം ഈ മലയാളത്തിലെ ഈ ബുക്ക് എഴുതാൻ എനിക്കൊരു ധൈര്യം കിട്ടിയത്. അത് പറയുമ്പോൾ ഈ ബുക്ക് വളരെ ലളിതമാണ്. ഇതിൽ കടുകട്ടിയായ വാക്കുകളൊന്നും യൂസ് ചെയ്യാൻ എനിക്ക് ഒന്നാമത്തെ അറിഞ്ഞുകൂടാ. അപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ ഈ ബുക്കിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ ഒരു ജീവിതത്തിലെ പരിണാമം. അപ്പോൾ അത് വായിച്ച 1-2 പേര് പറഞ്ഞത് വായിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നിർത്താൻ പറ്റില്ല എന്നാണ്. 216 പേജ് അതേപോലെ തന്നെ ഒറ്റയിരിപ്പിന് വായിച്ച് തീർക്കാൻ പറ്റിയ ഒരു സീക്വൻസിലാണ് ഇത് ചെയ്തതെന്ന് 1-2 പേര് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഈ ബുക്ക് അതേപോലെ വളരെ ആത്മാർത്ഥത്തോടു കൂടിയാണ് ഞാനത് ചെയ്തത്. ഇങ്ങനത്തെ ഒരു സദസ്സിൽ വെച്ചിട്ട് ഈ ബുക്ക് ചെയ്യാൻ പറ്റിയത് തന്നെ, അല്ലെങ്കിൽ ഈ പ്രകാശനം ചെയ്യാൻ പറ്റിയത് വളരെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു കേരളത്തിൽ വെച്ചിട്ടുള്ളൊരു ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിൽ വെച്ചിട്ട്. അപ്പോൾ ഇതിന് വേദി ഒരുക്കി തന്ന ലിബി അക്ബർക്കാക്ക് എല്ലാവിധ ആശംസകളും. പിന്നെ ഇവിടെ വന്ന എൻ്റെ സുഹൃത്തുക്കൾക്കും, എൻ്റെ സുഹൃത്തുക്കൾ വളരെ ബുദ്ധിമുട്ടി ദൂരെ നിന്നൊക്കെ കുറേ സുഹൃത്തുക്കൾ തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വളരെ അധികം നന്ദി. ബാക്കി പിന്നെ നിങ്ങളെല്ലാവരും ഈ ബുക്ക് വായിച്ചിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് തരികയാണെങ്കിൽ അത് ഞാൻ നിങ്ങളോട്
അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, വേറെ ഒന്നും പറയാനില്ല. താങ്ക് യു സോ മച്ച്.